ഓക്കെ, അങ്ങനെ കിടിലം പോരാട്ടം ഇന്നലെ പോർച്ചുഗലിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നേഷൻസ് ലീഗായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്കായിട്ട് ആദ്യത്തെ മത്സരം പൊട്ടിയെങ്കിലും സെക്കൻഡൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞു. അതേ തന്നെ ചെയ്ത് വെച്ചിരിക്കുകയാണ് പോർച്ചുഗലും റോബർട്ടോ മാർട്ടീനസും. 5-2 തകർപ്പൻ വിജയം. അഗ്രിഗേറ്റ് 5-3 വിജയിച്ച് കയറി പോർച്ചുഗൽ. എന്തായാലും കളിയുടെ തുടക്കം മിനിറ്റിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടി കളിയുടെ 6-ാം മിനിറ്റിൽ. പക്ഷേ റൊണാൾഡോ കരിയറിൽ ഏറ്റവും വേസ്റ്റ് പെനാൽറ്റി എടുത്ത റൊണാൾഡോ ആയിപ്പോയി. പെനാൽറ്റി ഈസി ആയിട്ട് തന്നെ ഡെൻമാർക്കയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഫസ്റ്റ് തന്നെ മിസ് ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയത്. പിന്നെ ഒരു ഓൺ ഗോളിൽ 38-ാം മിനിറ്റിൽ ആൻഡ്രസൺ എന്ന് പറയുന്ന ഡെൻമാർക്ക് താരത്തിൻ്റെ ഗോളിൽ 38-ാം മിനിറ്റിൽ ലീഡ് പിടിച്ചു. അതിനുശേഷം രണ്ടാം പകുതിയിലോട്ട് എത്താതെ നിസാൻ്റെ ഗോളിൽ 56-ാം മിനിറ്റിൽ ഡെൻമാർക്ക് ലീഡ് പിടിക്കുമ്പോൾ 1-1 കളിയായപ്പോൾ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി 72-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ചു. അതേ ഹോലൻ്റെ മുമ്പിൽ വെച്ച് തന്നെ തകർപ്പൻ സെലിബ്രേഷൻ കാണിച്ചുകൊണ്ട് ചെയ്തത് അതേപടി ചെയ്തിരിക്കുകയാണ്. സെലിബ്രേഷൻ കാണിച്ചു. ഹോലൻഡ് നന്നായി കണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ 72-ാം മിനിറ്റ് റൊണാൾഡോ ഗോളടിച്ചു. പിന്നെ എറിക്സൺ ഡെൻമാർക്ക് വീണ്ടും 2-2 കളിയാവുകയാണ്. തകർപ്പൻ പോരാട്ടമായിക്കൊണ്ടിരിക്കുകയാണ്. 2-3 അഗ്രിഗേറ്റിൽ ഡെൻമാർക്ക് ലീഡാണ്. പിന്നെ ററ്റങ്ക ഇറക്കി അങ്ങ് വിട്ടു റോബർട്ടോ മാർട്ടീനസ്. 86-ാം മിനിറ്റിൽ ററ്റങ്ക ഗോളടിച്ചു. അത് കഴിഞ്ഞിട്ട് 91-ാം മിനിറ്റിലും ഗോളടിക്കുകയാണ്. അങ്ങനെ കളി പിന്നെ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോയി. അങ്ങനെ 86-ാം മിനിറ്റിൽ ഗോളടിച്ചപ്പോൾ അഗ്രിഗേറ്റ് 3-3. പിന്നെ കളി എക്സ്ട്രാ മിനിറ്റ് പോകുമ്പോൾ വീണ്ടും ററ്റങ്കയുടെ ഒരു 91-ാം മിനിറ്റിൽ ഒരു ഗോളാകുമ്പോൾ തന്നെ കളി അഗ്രിഗേറ്റിൽ 4-2 4-3 എന്നുള്ള സ്കോർ തന്നെ നിന്നു. പിന്നെ ഗൺസാലോ റോമോസ് 115-ാം മിനിറ്റിൽ ഗോളടിച്ചപ്പോൾ അഗ്രിഗേറ്റിൽ 5-3 ഉജ്ജ്വല വിജയം തന്നെയാണ് പോർച്ചുഗൽ നേടിയെടുത്തത്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചയില്ലെങ്കിലും തൻ്റെ വക ഒരു ഗോളുണ്ടായിരുന്നു. അവസാനത്തെ ലാസ്റ്റ് പുഞ്ചിരി ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ലാസ്റ്റ് പുഞ്ചിരി. തൻ്റെ ടീം തന്നെ വിജയിച്ച് കയറി. ഇത് സെമി ഫൈനലിലേക്ക് തന്നെ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ പോർച്ചുഗലിന് എതിരാളികളായിട്ട് വരുന്നത് ജർമ്മനിയാണ്. അപ്പോൾ സെമി ഫൈനലിൽ ജർമ്മനിയും പോർച്ചുഗലുമായിരിക്കും. മറ്റ് സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനുമായിരിക്കും. എന്തായാലും ഒരു കിടിലം പോരാട്ടം തന്നെയാണ്. ഒന്നും പറയാനില്ല, ഒരു കിടിലം പോരാട്ടം. ററ്റങ്കയുടെ മികവിൽ തന്നെയാണ് പോർച്ചുഗൽ കളി എടുത്തെന്നുള്ളത് ഒരു സംശയവുമില്ല. മികച്ച പ്രകടനം തന്നെ പോർച്ചുഗൽ കാഴ്ചവെച്ചു. ഡിഫൻസിലുള്ള ഇഷ്യൂവും കൂടെ മാത്രം ഒന്ന് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ പോർച്ചുഗൽ ടീം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. എന്തായാലും ററ്റങ്കയുടെ മികവിൽ പോർച്ചുഗൽ വിജയിച്ച് കയറി. അവസാന മിനിറ്റിൽ ഗൺസാലോ റാമോസും കിട്ടിയ അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗൺസാലോ റാമോസും ററ്റങ്കയും ഗോളടിച്ചുകൊണ്ട് പോർച്ചുഗലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും ഒരു മികച്ച കളിയാണ്. സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് പോർച്ചുഗൽ. ജർമ്മനിയാണ് എതിരാളികൾ. അതും വിജയിച്ചാൽ ഫൈനലിലേക്ക് എത്താൻ വീണ്ടും ഒരു യുവേഫ നേഷൻസ് ലീഗ് കിട്ടുമോ? ക്രിസ്ത്യാനോയ്ക്കും സ്വന്തം സംഘത്തിനും കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതുമില്ല.